ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു തുടങ്ങിയ ഒരു കമ്പനി. ആ കമ്പനി ഇന്ന് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. തൃശൂരിൽ നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് റിസുവിന്റെ റിപ്പോർട്ടാണ് ഇനി എന്റെ വാർത്തയിൽ. ഇത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പാടശേഖരങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലും 7ാം വാർഡിലും ഉൾപ്പെടുന്ന അതിമനോഹരമായ പാടശേഖരം. കൃഷിയിൽ 100 മേനി വിളവ് നൽകിയ ഈ പാടശേഖരം ഇന്ന് ഇവിടത്തെ കർഷകരുടെ തീരാ വേദനയായി മാറിയിരിക്കുന്നു. കൃഷിയിടങ്ങൾക്ക് സമീപത്തായി പ്രവർത്തിക്കുന്ന ബ്രംസ്കോ ഗാർമെന്റ്സ് എന്ന പേരിലുള്ള പ്ലാസ്റ്റിക് ചാക്ക് നിർമ്മാണ കമ്പനിയിലെ മാലിന്യവും മാരക വസ്തുക്കളും കലർന്ന അഴുക്കുവെള്ളവും കാരണമാണ് കൃഷിയിടത്തിനും ഉഴവൂർ തോടിനും നാശം സംഭവിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പൊ ഇവര് കെട്ടിയേക്കുന്ന മതിലെല്ലാം ഇപ്പൊ ഈ ഇടക്കാലം കൊണ്ട് വന്നതാ. അതിനു മുമ്പ് ഇടിഞ്ഞു പൊളിഞ്ഞ് 3 പ്രാവശ്യം കൃഷി ചെയ്ത് പയർ കൃഷിയിലേക്ക് മതിൽ വന്ന് ചാടി അവിടെ വന്ന വെള്ളം അഴുക്ക് മുഴുക്കി ഒഴുകി ഈ തോട്ടിലൂന്ന് നമ്മളിപ്പോ ഈ നനച്ചേക്കും പോലെ അവിടെ നനച്ചു കഴിഞ്ഞാൽ അഴുക്ക് മുഴുക്ക കയറി വന്ന് ഞാൻ അതിലെ പുല്ല് പറിക്കണത് ഞാൻ. അപ്പൊ ഒത്തിരി ദുരിതം അനുഭവിച്ചേക്കണം. ഈ പാടത്ത് ഏറ്റവും കൂടുതൽ ദുഃഖം ഇതുവരെ കൊണ്ട് അനുഭവിച്ചേക്കണം ഞാൻ തന്നെയാ. കൃഷി നശിച്ചവരുടെ കണ്ണീരിന്റെ കാരണം അന്വേഷിച്ചെത്തിയ ഞങ്ങൾ കണ്ടത് കൃഷിക്കാരുടെ മാത്രം വേദനയായിരുന്നില്ല, മറിച്ച് ഒരു നാടിന്റെ തീരാ ദുരിതങ്ങളുടെ തോരാ മഴ തന്നെയായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു തുടങ്ങിയ ഈ കമ്പനി ഇവിടുത്തുകാരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് വർഷം 8 ആയി. രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന കൂറ്റൻ ജനറേറ്ററുകളുടെയും മറ്റുപകരണങ്ങളുടെയും മെഷീനുകളുടെയും ഭീകര ശബ്ദം കാരണം രാത്രിയിൽ ഒന്ന് ഉറങ്ങാനോ കുട്ടികൾക്ക് പഠിക്കാനോ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. വീടിനകത്തും വീടിന്റെ പുറത്തും മുഴുവൻ സമയത്തും ഈ കാതടിപ്പിക്കുന്ന ശബ്ദമാണ്. ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നേയില്ല. അവർ ഉച്ച കഴിഞ്ഞ് 2 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ വരും. അന്നേരം മുതൽ അവർക്ക് ഒരു പ്രാവശ്യം പോലും ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളെല്ലാവരും വളരെ ഉറക്കെ സംസാരിക്കുന്ന പ്രകൃതമാണ്. കാരണം ഇവിടെ പതുക്കെ പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും കേൾക്കുന്നില്ല. ഒരു ഫോൺ ബെല്ലടിക്കുന്നതോ ഒരു ഹർത്താലിന്റെ ദിവസം വല്ലതും വേണം ഒരു കിളികളുടെ ശബ്ദം വരെ ഞങ്ങൾ കേൾക്കുന്നത്. അത്രയ്ക്ക് ശബ്ദം മൂലം അത്രയ്ക്ക് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. മൊത്തം ഒരുപാട് എക്സാംസ് ഉണ്ട്. അതൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാനേ പറ്റുന്നില്ല. ഇവിടെ അമ്മ വീട്ടിലും അതുപോലെ ബന്ധുക്കളുടെ ഒക്കെ വീട്ടിൽ പോയിരുന്നാണ് പഠിക്കുന്നത്. ഈ TV ചാനൽസ് ഒക്കെ വന്നപ്പോൾ അവര് മനഃപൂർവ്വം ഓഫാക്കിയിട്ടതാണ് ഈ സൗണ്ടൊക്കെ. അല്ലെങ്കിൽ ഇതൊന്നുമല്ല കളി, ഭയങ്കര സൗണ്ടാ. ഇവിടെ നിരിക്കാൻ പോലും പറ്റാത്ത സൗണ്ടാ. മാരകമായ രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്ന നിരവധി രാസവസ്തുക്കളുടെ ഉപയോഗവും പ്ലാസ്റ്റിക് ഉരുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകവും അന്തരീക്ഷത്തിൽ നിറയുന്ന പൊടിയുമൊക്കെ കാരണം ജനങ്ങൾ നിത്യരോഗികളായി മാറിയതോടെയാണ് തങ്ങളുടെ ജീവന് സംരക്ഷണമേകണമെന്ന ആവശ്യവുമായി ഇവർ മുന്നോട്ട് വന്നത്. ഇവിടെ ഏതാണ്ട് 20 ടണ്ണോളം റിലയൻസിന്റെ പോളിപ്രോപ്പിലിൻ എന്ന് പറയുന്ന ഗ്രാനുവൽസ് അത് ഉരുക്കി അതിൽ നിന്ന് നൂലുണ്ടാക്കിയാണ് ലൂമിൽ നെയ്ത് ചാക്കാക്കുന്നത്. ഇത് ഉരുക്കുന്ന സമയത്തുണ്ടാകുന്ന ടോക്സിക് ഗ്യാസസ് അത് നമുക്ക് കാണാൻ പറ്റുകയില്ല, അതിന് യാതൊരു സ്മെല്ലുമില്ല. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത സെല്ലുകൾ ശരീരത്തിൽ വളരുകയും അത് ക്യാൻസറിന് ഇടയാക്കുകയും ചെയ്യുമെന്ന് സാവകാശത്തിൽ എനിക്ക് മനസ്സിലായി. പിന്നെ കമ്പനിക്കുള്ളിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായ പൊടി, നമുക്ക് കണ്ണിന് കാണാൻ പറ്റില്ല. ടാൽക്കം പൗഡറിനേക്കാളും ഫൈനായിട്ടുള്ള പൊടിയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. കൂടാതെ കണ്ണിന് എരിച്ചിൽ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ അകത്തും നമുക്ക് ചുറ്റുവട്ടമുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നുണ്ട്. തങ്ങൾ ആരംഭിക്കാൻ പോകുന്ന തുണി കമ്പനിയിലൂടെ നാട്ടുകാർക്ക് ജോലി, നാടിന്റെ വികസനം, അങ്ങനെ നിരവധി കള്ളങ്ങൾക്ക് മുകളിലാണ് ഈ കമ്പനി പണിതുയർത്തിയത്. 8 വർഷം മുമ്പ് ഇവിടെ ഒരു തുണിമില്ല് വരും, കുറെ നാട്ടുകാർക്ക് ജോലി കിട്ടും, ആ ജോലി കിട്ടിയാൽ നമ്മുടെ നാട് നന്നാവും എന്ന് പറഞ്ഞ് ഒരു 3-4 മുതലാളിമാർ ഇവിടെ വരികയും ഇവിടെയുള്ള ആൾക്കാരെ 2ആയിട്ട് തിരിച്ചു. കുറേ ആൾക്കാർ അവരുടെ കൂടെ നിർത്തി അന്നും ഇന്നും എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാർ ഇതിനെതിരായിരുന്നു. പക്ഷേ സമർത്ഥമായിട്ട് അവർ ഞങ്ങളെ 2 ഭാഗമായിട്ട് തിരിച്ച് ഇവിടെ ഒരു കമ്പനി തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇത് പ്ലാസ്റ്റിക് ചാക്ക് കമ്പനിയാണ്. പഞ്ചായത്തിൽ ഇപ്പോഴും പഞ്ചായത്ത് അധികൃതരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പഞ്ചായത്തിൽ
കിടക്കുന്ന ലൈസൻസിൽ പ്ലാസ്റ്റിക്കിന്റെ കമ്പനിയാണെന്നല്ല, ഗാർമെന്റ്സ്. കമ്പനി ഉടമകൾ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത്. അതോടെയാണ് ഓണക്കൂർ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒന്നടങ്കം പ്രക്ഷോഭത്തിനിറങ്ങിയത്. ഇവര് 45 ഡെസിബൽ ശബ്ദം രാത്രിയിലും 55 ഡെസിബൽ ശബ്ദം പകലുമാകാവൂ എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവർക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് അളന്നു നോക്കിയാൽ അറിയാം, ഒരു 80-70 ഡെസിബൽ ശബ്ദത്തിലാണ് ഈ രാത്രിയിലും പകലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ തുറന്നു കാണിച്ച് നമ്മളൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികളായിട്ട് വരും. അപ്പം ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങളെ ശരിക്കും മാനസികമായും ശാരീരികമായും തളർത്താനാണ് ശ്രമിക്കുന്നത്. കമ്പനിയിൽ ജോലിക്കായി എത്തിയിട്ടുള്ള അന്യദേശക്കാരായ തൊഴിലാളികളുടെ ശല്യവും ചില്ലറയല്ല. സ്ത്രീകൾക്കിവിടെ സമാധാനത്തോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയാണിപ്പോൾ. അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് പണിയെടുക്കുമ്പോൾ 24 മണിക്കൂറും അവർ ഇവിടെയാണ് താമസിക്കുന്നത്. അതേസമയം നമ്മുടെ തൊഴിലാളികൾ വന്ന് 12 മണിക്കൂർ പണിയെടുത്താൽ അവർ വീട്ടിലേക്ക് പോകും. അവരുടെ ബാക്കിയുള്ള സമയങ്ങളും എല്ലാം അവരുടെ വീടുകളിലാണ് ചെലവഴിക്കുന്നത്. അത് തന്നെയല്ല, ആ ജിഷാവധ കേസൊക്കെ വന്ന സമയത്ത് എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും ഞങ്ങൾ ഒന്നിച്ചാണ് പാവയ്ക്ക് എത്താനും പച്ചക്കറി ചെത്താനും രാത്രി വരുന്നത്. ഇപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾക്ക് രാത്രിയിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ട്. പാടത്ത് വന്ന് പച്ചക്കറി ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യേനെയും മക്കളെയും നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. നമുക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, എല്ലാ ജാതിയും ഒരുപോലെയാണ്. നമുക്കിത് ആളാരാണെന്നോ ഒരു ഐഡന്റിറ്റി ഒന്നുമില്ല. രാത്രി 11 മണി 12 മണി രാത്രി വരെ ഞാൻ തന്നെ ഇതിൽ നനച്ചിട്ടുണ്ട്, നനയ്ക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കൊരു പേടിയില്ലായിരുന്നു. ഇപ്പം ഞാൻ രാത്രി തന്നെ വരല്ല. കാരണം നമ്മുടെ നാട്ടുകാരായ ആളുകളെല്ലാം ഈ പാടത്ത് എപ്പോഴും കാണുന്നത്. എനിക്കത് കാരണം ഒരു പേടിയില്ലായിരുന്നു. ഇപ്പോൾ അന്യനാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, അവരെ കൊണ്ട് പല ശല്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് കാരണം എനിക്കിപ്പോൾ പേടിയാണ്. ഞാൻ രാത്രിയായി കഴിഞ്ഞ് അങ്ങോട്ട് വരാറില്ല. റിസുവിന്റെ റിപ്പോർട്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒപ്പം എന്റെ വാർത്തയും. ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പിന്നിൽ വലിയൊരു നിയമനിഷേധം കൂടിയുണ്ടെന്ന തിരിച്ചറിവാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ജനങ്ങളുടെ പോരാട്ടത്തിന് എന്റെ വാർത്ത പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുന്നു. നാടിന്റെ വികസനം സ്വപ്നം കണ്ട പാവപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നത് കണ്ട് നിസ്സഹായരായി നിൽക്കുകയാണിപ്പോൾ. തങ്ങൾ വിയർപ്പൊഴുക്കി സ്വന്തമാക്കിയ സ്വത്തിനും ജീവനും പോലും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥ. ഒപ്പം കമ്പനിക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ വധഭീഷണിയും. ഒരു അയൽവക്കംകാരനെ വിട്ട് എന്നെ രാത്രി വെളുപ്പിന് 4 മണിക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വണ്ടി ഇടിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത് നടക്കാണ്ടായപ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ പേരിൽ ഇവിടെ മാനനഷ്ട കേസ് കൊടുത്തേക്ക് 10 ലക്ഷം രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ കൃഷിക്കാരും ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെ മാനസികമായി തളർത്തി ഈ പ്രദേശത്തു നിന്നും ഓടിച്ചു വിട്ട് ഈ പ്രദേശം മുഴുവൻ ഇവരുടെ സ്വന്തമാക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇവർക്കുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ കമ്പനിയുടെ തൊട്ടടുത്തുള്ള 2 ആളുകൾ ഇതുപോലെ അവർ ശല്യം സഹിക്കുക വയ്യാതെ ഇവർ പറയുന്ന വിലയ്ക്ക് വെറുതെ കൊടുത്ത് വിറ്റ് ഉപേക്ഷിച്ച് അവർ നാടുവിട്ടുപോയി. ചാക്ക് കമ്പനിയുടെ പ്രവർത്തനത്തിന് പിന്നിൽ പരസ്യമായ നിയമനിഷേധങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. പരാതി പറഞ്ഞിട്ടും പരസ്യമായി പ്രതികരിച്ചിട്ടും നീതി ലഭിക്കാതെ പൊതുജനം ഇന്നും പെരുവഴിയിലാണ്. അതിന് കാരണമാകട്ടെ നിയമപാലകരും നിയമലംഘകരും തമ്മിലുള്ള രഹസ്യബന്ധവും. എല്ലാ ഭാഗത്തും ഞങ്ങൾ പറഞ്ഞിട്ട് അവരാരും അതിനോട് വലിയ കാര്യമായിട്ട് ചെവി കൊടുക്കുന്നില്ല. മറ്റുള്ള രീതിയിലുള്ള എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നുമുണ്ട്. ഓരോരുത്തരും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. വളരെ കാര്യമായിട്ട് മുഖം വീർത്ത് പോയി കഴിഞ്ഞാലും പുറത്തോട്ടിറങ്ങി വന്ന് വലിയ സന്തോഷമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്നാന്ന് കുറേയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണമില്ല. ഇത്രയും കാലം പല പരാതികളുമായിട്ട് പോയിട്ടും ഞങ്ങൾക്ക് യാതൊരുവിധ അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നത് കൊണ്ട് ഞങ്ങളിവിടെ ഒരു പൗരസമിതി ജനകീയ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വളരെ ശക്തമായ സമര പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പരാതികൾ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തീരുമാനമാകുമെന്നൊക്കെ പറയണതല്ലാണ്ട് ഇതുവരെ യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. കമ്പനി ഉടമകൾ മുൻ പഞ്ചായത്ത് ഭരണസമിതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രവർത്തനാനുമതി വാങ്ങിയതെന്ന് പഞ്ചായത്ത് രേഖകളിൽ വ്യക്തമാണ്. തുണിമില്ലിന് വേണ്ടിയാണ് ലൈസൻസ് കൊടുക്കുന്നത്. പക്ഷെ അന്നേരത്തെ ഭരണസമിതിയുടെ കാലത്ത് എന്തു പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പുതിയ ഭരണസമിതിക്ക് അറിയില്ല. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന തുണിമില്ലെന്ന രീതിയിലാണ്. കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും
ഉടൻ തന്നെ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്നും പഞ്ചായത്ത് അധികൃതർ എന്റെ വാർത്തയ്ക്ക് ഉറപ്പു നൽകി. 8 വർഷം മുമ്പ് ഫാക്ടറി തുടങ്ങിയപ്പോൾ കൊടുത്ത ലൈസൻസാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്, ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. അതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമായി വരാൻ കാരണം. അതിനെതിരെ പഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. സീവേജ് വാട്ടറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കാൻ വന്നിട്ടുണ്ട്. ഹെൽത്തിൽ നിന്ന് ആളെ വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ തന്നിരിക്കുന്ന പരാതിക്കെതിരെ ഞങ്ങൾ കമ്മിറ്റിയിലൂടെ ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ എടുക്കും. കമ്പനി പൂട്ടിക്കണമെന്ന താല്പര്യമൊന്നും ഈ ജനങ്ങൾക്കില്ല. എന്റെ വാർത്തയ്ക്കും മറിച്ച് കുടുംബത്തിനായി അധ്വാനിച്ച ശേഷം വീട്ടിലെത്തുമ്പോൾ ഒരല്പനേരം ഉറങ്ങാനുള്ള സാഹചര്യമെങ്കിലും കിട്ടണമെന്ന ആവശ്യം മാത്രമേ ഇവർക്കുള്ളൂ. അതിനായി കമ്പനിയിലെ രാത്രി ഷിഫ്റ്റ് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും കമ്പനി അധികൃതർ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായതത്രേ. കമ്പനി നിർത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. രാത്രി ഞങ്ങൾക്ക് ഉറങ്ങണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങണം, അവർക്ക് പഠിക്കണം എന്നുള്ള ഒരു കാര്യം വെച്ച് രാത്രി ഷിഫ്റ്റ് ഒഴിവാക്കണം, പകൽ നിങ്ങൾ ഓടിക്കുക എന്നാ ഞങ്ങൾ പറഞ്ഞോളൂ. ഇത് അവരിപ്പോൾ രാത്രി അവർ നിർത്തില്ല എന്നാ പറയണത്. കമ്പനിയുടെ ലാഭവിഹിതത്തിൽ ചെറിയ കുറവ് വരുമെന്ന കാരണം പറഞ്ഞ് പാവങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറുന്ന കമ്പനി ഉടമകൾക്ക് പഞ്ചായത്ത് അധികൃതർ കൂട്ടുനിൽക്കരുത്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യം തികച്ചും ന്യായമാണ്. പണത്തിനു വേണ്ടി ഇവരുടെ ജീവനെടുക്കരുത്. ഇവരെ ജീവിക്കാൻ അനുവദിക്കണം. കുത്തക മുതലാളിമാരുടെ സ്വാർത്ഥ ലാഭത്തിന് ചുക്കാൻ പിടിക്കുന്ന ഭരണാധികാരികൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ നാട് നേരിടാൻ പോകുന്ന വൻ ദുരന്തം ഒഴിവാക്കുവാനാണ് ഈ പോരാട്ടം. പിറവത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് ലിസു. ജനങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ അധികൃതർ തയ്യാറാവുമെന്ന് എന്റെ വാർത്ത പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത TV, ഇടഗ്രാമം, കരിമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ info@amrudatv.com. നേരിനൊപ്പം നിൽക്കുന്ന വാർത്തകളുമായി വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.